ആദ്യമായിട്ട് ഇന്ത്യയിൽ ഉണ്ടായൊരു 3D സിനിമ മൈ ഡിയർ കുട്ടിച്ചാത്തനാണ്. അതൊരു 40 വർഷമാണ്. അത് കഴിഞ്ഞിട്ട് പല ആൾക്കാർ ശ്രമിച്ചിട്ട് വളരെ സക്സസ്ഫുള്ളായില്ല. ബറോസ് എന്ന് പറയുന്നത് എനിക്ക് അഭിമാനപൂർവ്വം പറയാം രണ്ടാമത്തെ 3D ചിത്രം. അത് ഫുൾ 3Dയിലാണ് നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. മറ്റ് പല സിനിമകളിലും 2D എന്ന് പറയുന്നത് സാധാരണ കാണും, അതിനെ 3D ആക്കി കാണും, അതിനെ കണ്ണാടി വെച്ച് കാണും. അപ്പോൾ അതിലേക്ക് പുറത്തേക്ക് വരുന്ന അങ്ങനെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പക്ഷേ ബറോസ് എന്ന ചിത്രം 3Dയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതിൽ പങ്കെടുത്തിരിക്കുന്ന ആൾക്കാരൊക്കെ വളരെ ഇൻ്റർനാഷണലി അല്ലെങ്കിൽ നാഷണലി ഒക്കെ ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ട ആൾക്കാരാണ്. ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്ന സന്തോഷ് ശിവൻ ഏറ്റവും വലിയ അവാർഡാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന ലോക സിനിമാറ്റോഗ്രാഫേഴ്സിൻ്റെ ഒരു ആളായിട്ട് അദ്ദേഹം മാറി. ഇപ്പം ഫ്രഞ്ച് ഗവൺമെൻറ്റിൻ്റെ ക്യാൻ അവിടെ വെച്ചിട്ടുള്ള അവാർഡ് അദ്ദേഹത്തിന് കിട്ടി. അതുപോലെ അതിൻ്റെ മ്യൂസിക് കണ്ടക്ട് ചെയ്തിരിക്കുന്ന അതിൻ്റെ സൗണ്ട്, അതിൽ അഭിനയിച്ചിരിക്കുന്ന ഒരുപാട് പേര് സ്പാനിഷ്, പോർച്ചുഗൽ, ബ്രിട്ടീഷ്, ഗ്രീക്ക് ആക്ടേഴ്സാണ്. ഒരു സാധാരണ സിനിമയല്ല അത്. ഇപ്പം നേരത്തെ ചോദിച്ച പോലെ ഒരു ഭയങ്കര ആക്ഷൻ സിനിമയൊക്കെ എനിക്ക് എടുക്കാം, പക്ഷേ എനിക്ക് കുറച്ചുകൂടെ ഒരു ചിൽഡ്രൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള സിനിമ എടുക്കാനായിരുന്നു ആഗ്രഹം. കാര്യം വളരെയധികം വയലൻസ്, എല്ലായിടത്തും വയലൻസാണ്. അതുകൊണ്ട് കുറച്ചുകൂടി ചിൽഡ്രൻ ഫ്രണ്ട്ലി ആയിട്ടൊരു സിനിമ എടുക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത്. ഒരു കുട്ടിയും ഒരു ഭൂതവുമായിട്ടുള്ളൊരു കഥയാണ്. അപ്പോൾ അതിൽ ഒരുപാട് ലെയേഴ്സ് ഉണ്ട്. അതിൽ സ്നേഹമുണ്ട്, നമ്മുടെ ഇൻറ്റഗ്രിറ്റി ഉണ്ട്, കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, അതിൻ്റെ അകത്തൊരു മോറലുണ്ട്. ആ സിനിമ അതിൻ്റെ ഷൂട്ടിംഗ് വർക്ക് നടക്കുകയാണ്. ഇപ്പോൾ അത് ഒക്ടോബർ 3 റിലീസ് ചെയ്യാനായിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത് ഇന്ത്യ മാത്രമല്ല ലോകം മുഴുവൻ ഉള്ള അപ്പോൾ അതിന് ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ഫോർമാറ്റ്സ് ഉണ്ട്. നമ്മൾ IMAX-ൽ ആ ചിത്രം കാണാം. എന്തായാലും വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു സിനിമ. അങ്ങനെ ഒരു സിനിമ ചെയ്തിട്ട് കാര്യമുള്ളൂ എന്ന് തോന്നി. പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ അറിയാതെ അവിചാരിതമായിട്ടാണ് പല കാര്യങ്ങൾ സംഭവിക്കുന്നത്. അതുപോലെ അവിചാരിതമായി സംഭവിച്ചൊരു കാര്യമാണ് ബറോസ്. നിങ്ങൾ കാണും, അഭിപ്രായം പറയും.